ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. നല്ലൊരു ന്യൂ ഇയർ വരുമല്ലേ. ഞാൻ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോയാലോ? മാറ്റം എവിടെ തുടങ്ങണമെന്ന് ആലോചിച്ചപ്പോഴാണ് പണ്ടുള്ളവർ വിളിക്കാറുള്ള ഒരു ഓമന പേര് മനസ്സിൽ വന്നത്. മടിച്ചിപ്പാറും. എത്ര പേർക്കുണ്ട് ഈ ഓമന പേര്? കേൾക്കാൻ രസമുള്ള പേരാണേലും അത് അത്ര നല്ല ശീലമൊന്നുമല്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് മാറ്റം അവിടെ തുടങ്ങിയാലോ? മടി മാറ്റിയാലേ നമുക്ക് എന്തും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇച്ചിരി പ്രയാസം തന്നെയാണ്, എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റാൻ തയ്യാറാവുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ടി തന്നെയല്ലേ? അപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെ ശരിയാവുന്നേ? എണീറ്റേ എല്ലാവരും റെഡിയായിക്കേ. നമുക്ക് മടിയില്ലാതെ ചിട്ടയായ കാര്യങ്ങൾ ചെയ്ത് ജീവിതം ഒന്ന് ഉഷാറാക്കിയെടുക്കാം. എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് മാറ്റാൻ നോക്കി അവസാനം ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ വീണ്ടും മടി പിടിച്ചിരിക്കുന്ന സ്ഥിരം ഏർപ്പാടൊന്നും നമുക്ക് വേണ്ട. പകരം മാറ്റാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആദ്യം ഒരു പേപ്പറിൽ എഴുതി നോക്കാം. അപ്പോൾ അറിയാം ഞാൻ ആഗ്രഹിച്ച ഞാനേ അല്ല ഇപ്പോൾ ഉള്ളതെന്ന്. ഞെട്ടിപ്പോവും നമ്മൾ. മനസ്സിൽ നിന്ന് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഒഴുകി വരുമ്പോൾ അതൊന്നും കണ്ട് നമ്മൾ തളരേണ്ടതൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നേ. എല്ലാവർക്കും കാണും ഇതുപോലെ എഴുതാൻ പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹങ്ങൾ. ആദ്യപടിയായി നമുക്ക് മടി മാറ്റാൻ ശ്രമിക്കാം. അതിന് ഏറ്റവും നല്ല സമയം ഏതാണെന്നറിയാമോ? രാവിലെ തുടങ്ങുന്നത് തന്നെ മടിയിലല്ലേ? രാവിലെ എണീക്കാൻ മടിയില്ലാത്തവരായിട്ട് ആരേലും ഉണ്ടോ? വലിയ വലിയ നേട്ടങ്ങൾ കൊയ്ത ആൾക്കാരെക്കുറിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാനൊരു സാധാ വീട്ടമ്മ. വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കാൻ തൽക്കാലം സമയമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ മടിച്ചിപ്പാറസുകൾ മാത്രമായിട്ടുള്ള ആദ്യത്തെ ടാസ്ക് രാവിലെ മടിയില്ലാതെ എഴുന്നേൽക്കുക എന്നത് തന്നെയാണ്. അലാറം അടിക്കുമ്പോൾ മനസ്സിനോട് പറയണം, ഇന്ന് എന്തായാലും എഴുന്നേറ്റേ പറ്റൂ. എനിക്ക് എഴുന്നേൽക്കണം, എനിക്കതിന് പറ്റും, എനിക്ക് വേണ്ടി ഞാൻ എഴുന്നേൽക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ആത്മഗതം മാത്രമായിരിക്കണം. ഉറക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാർ എണീറ്റ് നമുക്ക് വട്ടായോ എന്ന് സംശയിക്കും. അപ്പോൾ നമുക്ക് നാളെ മുതൽ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? അടുത്ത ടാസ്ക് ഉടനെ തരാം. ബട്ട് ഈ ടാസ്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അടുത്തതിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഞാനൊരു സാധാ വീട്ടമ്മ, നിങ്ങളോ? അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായി നേരത്തെ എണീക്കാൻ തയ്യാറല്ലേ? അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാൻ കാത്തിരിക്കുവാണോ നിങ്ങൾ? എങ്കിൽ എല്ലാവരും പോയി ഒന്ന് പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് വന്നേ. അതുവരെ ഞാൻ കാത്തിരിക്കാം. എല്ലാവരും എത്തിയോ? അപ്പോൾ നമുക്ക് അടുത്ത ടാസ്കിലേക്ക് കടന്നാലോ? ഒന്നുകൂടെ മുഖം കഴുകി വരാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? കേൾക്കുമെങ്കിൽ ഒന്ന് മുഖം വെറുതെ വെള്ളമൊഴിച്ച് കഴുകിയിട്ട് വെള്ളം തുടച്ച് കളയാതെ ഒരു കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കൂ. വെള്ളത്തിൻ്റെ തുള്ളികൾ നമ്മുടെ മുഖത്ത് നിന്ന് ഒഴുകി ഇറങ്ങുന്നത് ഒന്ന് നോക്കിക്കേ. നിങ്ങളുടെ കണ്ണിലേക്കൊന്ന് നോക്കിക്കേ. ആ മൂക്കിൻ്റെ അറ്റത്ത് ഒരു തുള്ളി വെള്ളം വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ടോ? അതെല്ലാം ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അതോ കണ്ണാടിയിൽ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ സുന്ദരിയായ ചേച്ചിയാണോ നിങ്ങൾ കാണുന്നത്? എങ്കിൽ നിങ്ങൾക്കെന്തോ പ്രശ്നമുണ്ട്. എന്താണെന്നോ? നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല നിങ്ങളുടെ മനസ്സ് കാണുന്നത്. നിങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോൾ മനസ്സ് കാണുന്നത് മറ്റാരുടെയോ കണ്ണുകളാണ്. ഇനി അത് വേണ്ട കേട്ടോ. മറ്റുള്ളവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കിട്ടുന്നതിനേക്കാൾ സന്തോഷം നമ്മുടെ സൗന്ദര്യം ആസ്വദിച്ചാൽ കിട്ടും. അതുകൊണ്ട് മനസ്സിനോട് പറയണം, നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരി നിങ്ങളാണെന്ന്. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയാലേ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് കാണാൻ കഴിയൂ. എന്തിനേറെ പറയുന്നു, നമ്മളെ ഏറ്റവും സുന്ദരമാക്കുന്ന ചിരിമരുന്നെടുത്ത് പ്രയോഗിച്ചാൽ തന്നെ മതി. മനസ്സറിഞ്ഞ് പുറത്തു വിടരുന്ന ചിരിയിൽ വീഴാത്ത മനുഷ്യരുണ്ടോ? ചിരിച്ച മുഖത്തോടെ മറ്റുള്ളവരെ സമീപിച്ചു നോക്കൂ. മറ്റുള്ളവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. അപ്പോൾ ടാസ്ക് നമ്പർ 2, സുന്ദരിയാവാനുള്ള ചിരിമരുന്ന് എപ്പോഴും മുഖത്തുണ്ടാവാൻ ശ്രദ്ധിക്കും. അടുത്ത ടാസ്കുമായി ഉടനെ എത്താം. ഈ 2 ടാസ്കുകൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്തതിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി സമയമെടുത്ത് കണ്ണാടിയിൽ നോക്കി ഇരിക്കരുതേ. നമുക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെന്നുള്ളത് മറക്കരുതല്ലോ. ചിരിച്ച മുഖത്തോടെ എല്ലാം ചെയ്യാം. എല്ലാവരും മടിച്ചിപ്പാറുവിൽ നിന്ന് മിടുക്കിപ്പാറുവായെങ്കിൽ, മുഖത്ത് ചിരി നിലനിർത്താൻ ശ്രമിച്ചു തുടങ്ങിയെങ്കിൽ നമുക്ക് അടുത്ത ടാസ്കിലേക്ക് കിടക്കാം. ഒരു കുഞ്ഞ് ബ്രീത്തിങ് എക്സസൈസ്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേരാ പറയുക? മഞ്ജു, കിങ്ങിണി, ആര്യൻ, എക്സെട്ര എക്സെട്ര അല്ലേ? എങ്കിൽ കേട്ടോളൂ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇവരാരുമല്ല.
ഇവരെക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന, ഒന്നും പ്രതീക്ഷിക്കാതെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ആരാണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ ഹൃദയം തന്നെ. ഇവൾക്കിത്തിരി മടി കൂടുതലാണ്, ഇവൾക്കിത്തിരി അഹങ്കാരം കൂടുതലാണ്, ഇവൾക്ക് എന്നേക്കാൾ ഇഷ്ടം അവനെയാണ് എന്നൊക്കെ ചിന്തിച്ച് ഒരു ദിവസം നിങ്ങൾ വിട്ടു പോകാൻ ഹൃദയം തീരുമാനിച്ചാൽ എന്താവും നിങ്ങളുടെ ഗതി? അതോ ഗതി തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ടി മിടിക്കുന്ന ഹൃദയത്തെ അല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? അതുകൊണ്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, എന്നെ വിട്ട് പോവരുതേ എന്ന് നമ്മുടെ ഹൃദയത്തോട് പറയാനാണ് ഈ ബ്രീത്തിങ് എക്സസൈസ്. ഒരു 10 മിനിറ്റ് അത്രമാത്രം. ബ്രീത്തിങ് എക്സസൈസിൻ്റെ വീഡിയോസ് ഇഷ്ടം പോലെ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും. സോ ടാസ്ക് നമ്പർ 3, ബ്രീത്തിങ് എക്സസൈസ്. ഹൃദയത്തെ സൂക്ഷിക്കാൻ ഈ ടാസ്കുകൾ. അപ്പോൾ അടുത്ത ടാസ്കുമായിട്ട് ഉടനെ എത്താം. ടാറ്റാ ബൈ ഫ്രം ഞാനൊരു സാധാ വീട്ടമ്മ. ടാസ്ക് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ടാസ്കുകൾ തന്നാൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാനാണ്? ടാസ്കുകൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞാലല്ലേ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളതല്ല. ഫസ്റ്റ് ടാസ്ക് മാത്രം ആദ്യം പ്രാക്ടീസ് ചെയ്യുക. അത് ഓക്കെ ആയി തുടങ്ങിയാൽ അതിനോടൊപ്പം സെക്കൻഡ് ടാസ്ക് കൂടെ ചെയ്തു തുടങ്ങുക. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തുടങ്ങിയെന്ന് തോന്നുമ്പോൾ തേർഡ് ടാസ്ക്. അങ്ങനെ കയറി വന്നാൽ മതി കേട്ടോ. ഒറ്റയടിക്ക് എല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ട് വീണ്ടും ശങ്കരൻ തെങ്ങൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ ആവരുത്. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ടാസ്കുകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വളരെ നിസ്സാരമെന്ന് തോന്നുന്നുണ്ടോ? എന്നിട്ടാണോ എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നത്? വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങളെങ്ങനെ വലിയ വലിയ ഗോൾസ് സെറ്റ് ചെയ്ത് അതിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന ജോലികളെടുത്ത് നോക്കിക്കേ, നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും. പക്ഷേ മറ്റുള്ളവർ പറയുന്നതോ, നീ വെറും ഹോം മേക്കർ അല്ലേ, നിനക്കെന്താ ഇവിടെ പണി എന്നല്ലേ? ഒരു ദിവസം ഈ പറയുന്നവരെ വീടൊന്ന് ഏൽപ്പിച്ച് നോക്കിക്കേ, അവർക്ക് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പാതി ജോലി പോലും ചെയ്യാനാവില്ല. അതുകൊണ്ട് അവർ പറയുന്നതും ഇവർ പറയുന്നതുമെല്ലാം ഗെറ്റ് ഔട്ട് അടിക്കും. എന്നിട്ട് സ്വയം പറയേ, നീ ഒരു സംഭവമാണെന്ന്. ചെയ്യുന്ന ജോലി ഓർഗനൈസ്ഡ് ആയാൽ ജോലിഭാരം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. സോ ടാസ്ക് നമ്പർ 4, ഒരു മോർണിംഗ് റുട്ടീൻ തയ്യാറാക്കുക. രാവിലെ ഈ സമയം മുതൽ ഇതുവരെ എൻ്റെ വർക്കിംഗ് ടൈമാണ്, അന്നേരം ഞാൻ ചെയ്യേണ്ട ജോലികൾ ഇതെല്ലാമാണെന്ന് നമുക്ക് നല്ല വ്യക്തത തരുന്ന ഒരു പ്ലാൻ തയ്യാറാക്കുക. ജോലി ചെയ്യാൻ തുടങ്ങിയാൽ പ്ലാൻ ചെയ്തവയെല്ലാം അതേ ഓർഡറിൽ ടൈം വെച്ച് ചെയ്തു തീർക്കുക. ഇതിനെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നിട്ടും തീരുന്നില്ല, ജോലികളൊന്നും തീരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണ് ഹാർഡ് വർക്കേഴ്സ്. നമുക്ക് സ്മാർട്ടായാൽ പോരെ, ഹാർഡാവണ്ടല്ലോ. അപ്പോൾ ടാസ്ക് നമ്പർ 4, നല്ലൊരു മോർണിംഗ് റുട്ടീൻ സെറ്റ് ചെയ്യൂ. അപ്പം നമ്മൾ ഇതുവരെ 4 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. 1, മടിച്ചിപ്പാറൂസിൽ നിന്ന് മിടുക്കിപ്പാറൂസിലേക്ക്. 2, ചിരിക്കാനായിട്ട് പഠിക്കണം. 3, ഹൃദയത്തെ സൂക്ഷിക്കണം. 4, സ്മാർട്ടർ ആവാം, നോട്ട് ഹാർഡർ. നമ്മുടെ ജീവിതമല്ലേ, അത് ഹാപ്പിയായി ജീവിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി. ഹാപ്പിയായി ജീവിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസുമായി ഉടനെ വരാട്ടോ. പകരം ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എങ്ങനെയാ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നറിയാലോ? അപ്പോൾ കീപ് വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ഫ്രം ഞാനൊരു സാധാ വീട്ടമ്മ.